പെരുമ്പാവൂർ മുടിക്കലിൽ 5 വർഷം മുൻപാണ് STU വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്കായി മൾട്ടിപർപ്പസ് ട്രൈബൽ ഹോസ്റ്റൽ കെട്ടിടം സർക്കാർ നിർമ്മിക്കുന്നത്. ഇതിനായി ചെലവഴിച്ചത് 6,22,00,000 രൂപ. എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഒരു വിദ്യാർത്ഥിനിക്ക് പോലും ഹോസ്റ്റൽ കൊണ്ട് പ്രയോജനമുണ്ടായിട്ടില്ല. നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇട്ട താഴ് ഇതുവരെ തുറന്നിട്ടുമില്ല. കാണാം കാട് കയറുന്ന കോടികൾ. വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒന്നും രണ്ടുമല്ല 6,22,00,000 മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ സൗകര്യത്തിന് വേണ്ടിയാണ് ആ കെട്ടിടം നിർമ്മിച്ചത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തതുകൊണ്ട് കള്ളന്മാർ പലതും കൊണ്ടുപോയി. മനുഷ്യന്മാർ വരാത്തതുകൊണ്ട് തെരുവു നായ്ക്കൾ അവരുടെ റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റിയിട്ടുണ്ട്. കെട്ടിടം ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ ജനപ്രതിനിധികൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാൽ നാട്ടുകാർക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നോക്ക വിഭാഗത്തിന്റെ തന്നെ വനിതകളുടെ ഹോസ്റ്റൽ ഇവിടെ പണിയുകയും ചെയ്തു. ഏതാണ്ട് 5 വർഷമായി ഇവിടെ ഈ മുഴുവനായി പണി തീർത്ത് പൂട്ടിക്കിടക്കുവാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു വിദ്യാർത്ഥി പോലും ഇവിടെ താമസിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ടുമില്ല. അതിനിടയിൽ ഈ ബിൽഡിങ്ങിന്റെ വയറിംഗ് ഒക്കെ അന്യസംസ്ഥാന തൊഴിലാളികളിൽപ്പെട്ട ചിലര് ഊരിക്കൊണ്ടുപോവുകയും അത് വിൽക്കാൻ ചെന്ന സ്ഥലത്ത് വെച്ച് അവരെ പിടികൂടിയപ്പോഴാണ് ഇത് ഈ സ്കൂളിൽ നിന്നാണിത് കൊണ്ടുപോയതെന്ന് അറിയുന്നത്. ഇന്നും ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഇന്ന് വേറൊരു ശല്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇതിന്റെ അകമൊക്കെ. ഒരു പതിറ്റാണ്ട് മുൻപ് പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി സർക്കാരിന് സ്കൂൾ നിർമ്മിക്കുന്നതിന് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഉദ്ഘാടനം നടത്തുന്നില്ല എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഇനി ഉദ്ഘാടനം നടത്തണമെങ്കിൽ തന്നെ അറ്റകുറ്റപ്പണികൾ ഏറെ ബാക്കിയുണ്ട്. സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പൊക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ അടഞ്ഞുകിടക്കുന്നത് പുതിയ കാഴ്ചയല്ല. എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പെരുമ്പാവൂരിലെ ഈ കെട്ടിടം ഉടൻ തുറന്നു കൊടുത്തില്ലെങ്കിൽ അത് നികുതി അടക്കുന്ന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.